ഇത് മൂവാറ്റുപുഴ ഇതര സംസ്ഥാന തൊഴിലാളി അശോക് ദാസിന്റെ മരണം ആൾക്കൂട്ടാക്രമണത്തിൽ തന്നെയെന്ന് പോലീസ്. മർദ്ദനത്തിൽ അശോക് ദാസിന്റെ ശ്വാസകോശം തകർന്നു. മർദ്ദനത്തിന് പെൺകുട്ടികൾ സാക്ഷിയാണ്. ഇവർ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട്. അശോക് ദാസിനെ കെട്ടിയിട്ട് പ്രതികൾ ദൃശ്യങ്ങൾ പകർത്തി. ദൃശ്യങ്ങളിൽ ചിലത് പ്രതികൾ നശിപ്പിച്ചുവെന്നും ഡിവൈഎസ്പി AJ തോമസ് പറഞ്ഞു. അശോക് ദാസ് എന്ന് പറഞ്ഞ ആൾ മരണപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് 10 പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ട്. അത് മർദ്ദനത്തിലുണ്ടായെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്വേഷണം നടക്കുന്നേ ഉള്ളൂ, തുടങ്ങിയതേ ഉള്ളൂ. അലി അക്ബർ ഷാ വിശദാംശങ്ങളുമായി. അലി അക്ബർ ഷാ, പോലീസ് പ്രാഥമിക വിവരമാണ് നൽകുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാൻ ഡിവൈഎസ്പി തയ്യാറാകുന്നില്ല. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? നികേഷ് കുമാർ, അശോക് മരിച്ചത് ഈ ആൾക്കൂട്ട മർദ്ദനത്തിലാണ് എന്ന കാര്യം വ്യക്തമാക്കുകയാണ്, അല്ലെങ്കിൽ ഉറപ്പിക്കുകയാണ് പോലീസ് നിലവിൽ ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ ഡിവൈഎസ്പി തയ്യാറായിട്ടില്ല. ഡിവൈഎസ്പി AJ തോമസ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് വീടിനകത്തു നിന്നും ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ പെൺകുട്ടികളുമായി ഒരു മൽപ്പിടുത്തം വീടിനകത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നും പ്രശ്നം ഉണ്ടാകുന്നു. ആ തർക്കത്തിനിടെ അശോക് ദാസ് തന്നെയാണ് വീടിനകത്തെ ഷെൽഫിൽ ഇടിച്ച് ഈ കൈ മുറിയുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ നിന്നാണ് വീട്ടിൽ തളം കെട്ടി കിടക്കുന്ന രക്തമെല്ലാം കയ്യിലെ മുറിവിൽ നിന്നും ഉണ്ടായതാണ്. അവിടെ നിന്നും വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാവുകയും അങ്ങനെയാണ് നാട്ടുകാർ ബഹളം കേട്ട് അങ്ങോട്ട് എത്തുകയും ചെയ്യുന്നത്. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് വലിയ രീതിയിലുള്ള മർദ്ദനം അശോക് ദാസിന് ഏൽക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ വീട്ടിനുള്ളിൽ അശോക് ദാസും ഈ പെൺകുട്ടികളും തമ്മിൽ തർക്കമുണ്ടാകുന്നു. അശോക് ദാസ് ഷെൽഫിലിടിച്ച് സ്വന്തം കൈ മുറിക്കുന്നു. ബഹളവും നിലവിളിയും കേട്ടുകൊണ്ട് പരിസരവാസികൾ എല്ലാവരും ഓടിയെത്തുന്നു. ഇവരെല്ലാവരും അശോക് ദാസിനെ മർദ്ദിക്കുകയും അതുവഴിയാണ് ഇയാൾ പുറത്തേക്ക് ഓടുന്നത്. അതായത് ഇയാളെ കെട്ടിയിട്ട സ്ഥലത്തേക്ക് ഇയാൾ ഓടുന്നത്. അവിടെ നിന്ന് പിന്നീട് നാട്ടുകാരെല്ലാം പിടികൂടി കെട്ടിയിടുകയും മർദ്ദനം ഉണ്ടാവുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്ന വിധത്തിലുള്ള മർദ്ദനമാണ് അശോകിന് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ ശ്വാസകോശം തകർന്നു. ക്രൂരമായ മർദ്ദനത്തിൽ ശ്വാസകോശം തകർന്നു. തലയ്ക്ക് മാരകമായി പരുക്കേറ്റു. ഈ 2 പരുക്കുകളാണ് അശോക് ദാസിന്റെ മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഈ 2 പെൺകുട്ടികളും മർദ്ദനത്തിന് ദൃക്സാക്ഷികളാണ്. ഇവർ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 പെൺകുട്ടികളും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ഈ പ്രതികളെ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പുണ്ടാവും. പ്രധാനമായും തലയിൽ രക്തം കട്ട പിടിച്ച് മരണത്തിലേക്ക് എത്തുകയായിരുന്നു അശോക് ദാസ്. ആദ്യഘട്ടത്തിൽ പോലീസ് എത്തിയാണ് ഇയാളെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നും ആരോഗ്യനില കൂടുതൽ വഷളാകുന്നത് കണ്ടപ്പോഴാണ് കോലഞ്ചേരിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ആ ഘട്ടത്തിലാണ് അശോക് ദാസ് മരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസ് ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് അശോക് ദാസിന്റെ മരണത്തിന് കാരണമായിട്ടുള്ളത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനാൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനാകില്ല എന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും ഡിവൈഎസ്പി സംസാരിക്കുമ്പോഴും ആവർത്തിക്കുന്നത്. 10 പേർ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ അറസ്റ്റ് ഇന്നലെ രാത്രി തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇവർ 10 പേരും കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. രാവിലെ നമ്മൾ പ്രതികരണം എടുക്കാൻ ആ ഭാഗങ്ങളിൽ പോയപ്പോഴുണ്ടായിരുന്ന ആ വീടുകളിലുള്ള ആളുകൾ പെൺകുട്ടികളുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതെ നികേഷ്, ഈ മർദ്ദനം ആൾക്കൂട്ടം അശോകിനെ മർദ്ദിക്കുമ്പോൾ അതിന് ദൃക്സാക്ഷികളായിരുന്നു 2 പെൺകുട്ടികളും. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ പെൺകുട്ടികൾ തന്നെയാണ് ഈ 10ഓളം ആളുകൾ അശോകിനെ മർദ്ദിക്കുന്നതും ഇതുവഴി അശോക് രക്തം വാർന്ന നിലയിൽ ഓടുന്നതും എല്ലാത്തിനും ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ മൊഴി ഈ വിഷയത്തിൽ കേസിൽ നിർണായകമായിരുന്നു. ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതികളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് ആവർത്തിക്കുന്നത്. അതേ ഘട്ടത്തിൽ ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. വിശദാംശങ്ങൾ നൽകുന്നത്.